നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എങ്ങനെയുള്ള ആളായിരിക്കും എന്നാണ് നോക്കാൻ പോകുന്നത്. അവരുടെ കരിയർ എന്തായിരിക്കും, അവരും നിങ്ങളുമായിട്ടുള്ള ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, അവര് ഏത് മാസം ജനിച്ചവരായിരിക്കും, ഇതൊക്കെയാണ് നോക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്തില്ല. എത്ര റെസനേറ്റ് ചെയ്താലും ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഇത് കണ്ടിട്ട് ഇതിനനുസരിച്ചുള്ള ഒരു ഡിസിഷൻ എടുക്കരുത് കേട്ടോ. ഇതെനിക്കൊരു പേഴ്സണൽ റീഡിംഗ് വന്നതായിരുന്നു. അപ്പൊ അത് ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാണ് അങ്ങനത്തെ ഒരു റീഡിംഗ്. നമുക്ക് നോക്കാം. ആദ്യം ഓറക്കൽ മെസ്സേജിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭഗവാനെ, ഓം നമഃ ശിവായ. ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ത് തരത്തിലായിരിക്കും, അതാണ് നിങ്ങൾക്ക് ഓറക്കൽ മെസ്സേജ് വരാൻ പോകുന്നത്. ഓരോ റീഡിങ്ങിനും അതനുസരിച്ചിട്ടുള്ള ഓറക്കൽ മെസ്സേജസ് ആയിരിക്കും വരുന്നത്. ഭഗവാനെ, ഓം നമഃ ശിവായ. ഓക്കെ, കുറച്ചൊരധികം റീഡിംഗ് ഉണ്ട്, കാർഡ്സ് ഉണ്ട്. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഭഗവാനെ നമഃ ശിവായ. ഇത് പലരുടെ റീഡിംഗ് ആയതുകൊണ്ടാണ്, ജനറൽ റീഡിംഗ് ആയതുകൊണ്ടാണ്. അപ്പൊ പലരുടെ എനർജി ആയിരിക്കാം ഇവിടെ വരുന്നത്. ചില സമയത്ത് പേഴ്സണൽ റീഡിങ്ങിലും വളരെയധികം കാർഡുകൾ വരാറുണ്ട്. നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ ഒബ്സസ്ഡ് ആണ്. ചിലർ സോൾമേറ്റ് കണക്ഷനെ വിവാഹം കഴിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരാളുണ്ട്, ഇയാളെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ. അപ്പൊ വേറെ പ്രപ്പോസൽ എല്ലാം വന്നാൽ അത് എത്ര നല്ലതാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒബ്സസീവായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളുണ്ട്, അയാളല്ലാതെ വേറെ ആരെയും നിങ്ങൾ വിവാഹം കഴിക്കില്ല എന്നൊരവസ്ഥ ഉണ്ടാവാം ഇവിടെ. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പ്രപ്പോസൽ നിങ്ങൾക്ക് വരണം, ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് വരണമെങ്കിൽ, വിവാഹ ജീവിതം നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയും കൂടി ഉണ്ടെങ്കിലേ അത് നടക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നിസ്വാർത്ഥമായിട്ട് സഹായിക്കണമെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു നാശം സംഭവിക്കാൻ പോകുന്നുണ്ട്, എന്തോ ഒരു വലിയ ആപത്ത് വരാൻ പോകുന്നുണ്ട്. പക്ഷെ ആ ആപത്ത് വന്നതിന് ശേഷം നിങ്ങളുടെ ജീവിതം മാറിപ്പോകും. നിങ്ങളും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ സാഹചര്യങ്ങളും മാറിപ്പോകുമെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയതായിട്ട് എന്ത് വന്നാലും അതിലെ പുതുമ നമ്മൾക്ക് എപ്പോഴും ഒരു എക്സൈറ്റ്മെന്റ് തരും. പക്ഷെ ആ എക്സൈറ്റ്മെന്റില് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക. എന്താ വെച്ചാല് നമ്മള് ശ്രദ്ധിക്കാതിരിക്കുക എന്ന് പറഞ്ഞാല് നിങ്ങള് വരാൻ പോകുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങളത് ശ്രദ്ധിക്കാതിരിക്കും. അങ്ങനെ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് കയറുന്നവരുണ്ട്. അപ്പൊ അത് പാടില്ല, കുറച്ച് കോഷ്യസ് ആയിരിക്കണം നമ്മൾ എന്നാണ് പറയുന്നത്. പിന്നെ രുദ്രമന്ത്രം ജപിക്കണമെന്ന് പറയുന്നുണ്ട്. ഓം നമോ ഭഗവതേ രുദ്രായ എന്ന മന്ത്രം ജപിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഒരു വഴിത്തിരിവിലാണ്. ഒരു വിവാഹ ജീവിതം ഒരു വഴിത്തിരിവാണ്, ആണായാലും പെണ്ണായാലും. കാരണം അതോടുകൂടി നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറും. നിങ്ങൾ ഷെയർ ചെയ്യാൻ പഠിക്കും, ചിലർ ഷെയർ ചെയ്യാൻ പഠിക്കില്ല, അറിയില്ല. എന്നാലും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം മാറും. അതുകൊണ്ടാണ് നിങ്ങളൊരു വഴിത്തിരിവിലാണ്. അപ്പൊ നമ്മൾ നല്ലൊരു ഫ്യൂച്ചറാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ കിട്ടുമെന്ന് പറയുന്നുണ്ട്. വഴി കാണിച്ചു തരും ദൈവം എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഏതൊക്കെ അവസ്ഥയാണെങ്കിലും, എത്ര വീട്ടുകാർ നിർബന്ധിച്ചാലും നിങ്ങളുടെ മനസ്സുകൊണ്ട് ഇത് ശരിയാവില്ല എന്ന് തോന്നുകയാണെങ്കിൽ പറ്റില്ല എന്ന് പറയാൻ മടിക്കരുത് കേട്ടോ. കാരണം നിങ്ങളാണ് ആ വ്യക്തിയുടെ കൂടെ ജീവിക്കേണ്ടത്. അപ്പോ എല്ലാ കാര്യങ്ങളും കൊണ്ട് അവരുടെ വീട്ടുകാർ അങ്ങനെയാണ്, അച്ഛൻ ആ ജോലിയാണ്, അമ്മ ഈ ജോലിയാണ്, ചേട്ടൻ അതാണ്, ചേച്ചി അതാണ് എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ഈ വ്യക്തിയായിട്ട് യോജിച്ചു പോകാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പറ്റില്ല എന്ന് പറയാനുള്ള ഒരു ധൈര്യം സംഭരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ എന്ത് എനർജിയാണ്, വിവാഹത്തിനെ സംബന്ധിച്ച് എന്ത് എനർജിയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഭഗവാനെ, വിവാഹത്തിനെ സംബന്ധിച്ച് എന്ത് എനർജിയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഇവിടെ നിങ്ങൾക്ക് വിവാഹത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ കുറച്ച് പേടിയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റിലെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം. ചിലപ്പോൾ പാസ്റ്റ് ഇനി വരാൻ പോകുന്ന ആൾ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകുമെന്നായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ വിവാഹമൊന്നും അത്ര സക്സസ്ഫുൾ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേടിയുണ്ടെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ
ഇതിനെക്കുറിച്ച്, ഈ പേടിയെക്കുറിച്ച് ആരോടും സംസാരിക്കുന്നില്ല. നിങ്ങളുടെ വീട്ടുകാരോടോ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ആരോടും നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ചിലപ്പോ ഈ ഫ്യൂച്ചർ സ്പൗസിനെ നിങ്ങളുടെ ജീവിതത്തിൽ ആള് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ ആ വ്യക്തിയുടെ സ്വഭാവം കണ്ടിട്ടായിരിക്കാം നിങ്ങൾ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ടാവും, മീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ചിലപ്പോ ഒരു മുരടൻ സ്വഭാവമുള്ള ഒരു സ്ത്രീയോ പുരുഷനോ ഒക്കെ ആയിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിവാഹത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ കുറച്ച് പേടിയാണ് നിങ്ങൾക്ക് എന്ന് പറയുന്നുണ്ട്. കാരണം നിങ്ങൾ ഭയങ്കരമായ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റുന്ന കഴിവുള്ള ഒരു എനർജി ഉള്ള ഒരാളാണ്. മറ്റുള്ളവർ എന്താണോ വിചാരിക്കുന്നത് എക്സാക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അവർ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ അവർ നുണ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ആരെങ്കിലും നുണ പറയുക, ആരെങ്കിലും നിങ്ങളോട് തെറ്റായി പെരുമാറുക ഒക്കെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ക്യാപ്ചർ ചെയ്യുമത്. അപ്പൊ നിങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടെ ക്യാൻസർ പൈസസ് ആണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആള് ഏത് സോഡിയാക് സൈനിലുള്ള ആളായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ സോഡിയാക് സൈൻ ആണ് ഇവിടെ വരാൻ പോകുന്നതെന്ന് നോക്കാം. ഇവിടെ വളരെ പാഷനറ്റ് ആയിട്ടുള്ള ഒരാളാ ഫേസ് ഓഫ് വാൻസ് നമ്മൾ ആദ്യം കണ്ടു. ഇത് അപ്രൈറ്റ് ആണ് വന്നിരിക്കുന്നത്. വളരെ പാഷനറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണത്. വളരെ പാഷനറ്റ് ആയിട്ടുള്ള സ്വഭാവമുള്ള ആളുകളാണ് ഇവര്. എന്താ പറയാ, കാണുമ്പോ ആദ്യത്തെ ആ ഒരു മീറ്റിംഗ് വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും. ഇവര് ഭയങ്കരമായിട്ട് എന്താ പറയാ, എന്തിനെ കുറിച്ചും പാഷനായിട്ട് വളരെ എന്താ പറയാ പാഷനേറ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിവുള്ള, പാഷനേറ്റ് ആയിട്ട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു എനർജി ആയിരിക്കും ഇവരെന്ന് പറയുന്നുണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. അടുത്തത് ടെമ്പറൻസ് ആണ്. ടെമ്പറൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം മിതത്വത്തിൽ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോ അതില് സ്വന്തം കാര്യത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണ്. എപ്പോഴും എക്സൈറ്റഡ് ആയിരിക്കും. എല്ലാ കാര്യത്തിലും എടുത്തു ചാടാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും എല്ലാം മിതമായിട്ട്, ഭക്ഷണം കഴിക്കുന്നത് മിതമായിട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും. വെള്ളം, എന്തെങ്കിലുമൊക്കെ എന്റർടൈൻമെന്റ് ഉള്ളതാണെങ്കിൽ അതൊക്കെ വളരെ മിതത്വത്തിൽ ചെയ്യുന്ന ഒരാളായിരിക്കും. സംസാരം ആദ്യമൊക്കെ വളരെ കുറച്ചേ സംസാരിക്കുകയുള്ളൂ. നല്ല അധികം വിവരമുള്ള ആളുകളായിരിക്കും എന്ന് പറയുന്നുണ്ട്. എല്ലാത്തിലും ഒരു ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളായിരിക്കും. പിന്നെ 10 ഓഫ് പെന്റക്കിൾസ് ഇവിടെ കാണിക്കുന്നത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ചിലരുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് ഫാമിലിയിൽ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരിക്കും. എന്ന് വെച്ചാല് ഫാമിലിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായിരിക്കും. ഭാര്യ, കുട്ടികൾ, ഭർത്താവ്, ഭർത്താവിന്റെ വീട്ടുകാര്, ഭാര്യയുടെ വീട്ടുകാർ, ചില നിങ്ങളുടെ ആളുടെ വ്യക്തിയുടെ വീട്ടുകാരെ നിങ്ങൾ അത്ര അധികം നോക്കണമെന്നില്ല. എന്നാലും അവരെ ഇൻസൾട്ട് ചെയ്യാതിരിക്കുകയും അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കും ഈ വ്യക്തി. ഫാമിലിക്ക് ഭയങ്കര അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഫാമിലി കഴിഞ്ഞിട്ട് ഈ വ്യക്തിക്ക് എന്തുമുള്ളൂ. അതുപോലെ തന്നെ മിതമായിട്ട് സംസാരിക്കുന്ന ആളാണ്. വളരെ പാഷനറ്റ് ആയിട്ടുള്ള ഒരാളാണ്. അതൊക്കെ നല്ല സ്വഭാവങ്ങളാണ്. ഇവിടെ കുറച്ച് ഒട്ടും എന്താ പറയുക, എന്നിലേക്കും എടുത്തു ചാടാത്ത ഒരാളാണ്. ഉഴപ്പ് വളരെ കുറഞ്ഞ ഒരാളാണ്. എന്ന് വെച്ചാല് നിങ്ങളെ ഇപ്പൊ ചിലരെങ്ങനെയാന്ന് വെച്ചാല് പുരുഷന്മാര് ഭാര്യയുടെ ഫ്രണ്ട്സിനോടും കാണുന്ന സ്ത്രീകളോടൊക്കെ വളരെയധികം സംസാരിക്കുന്ന ആണുങ്ങളുണ്ട്. കാണുകളെ പുരുഷന്മാരോടെല്ലാം വളരെയധികം സംസാരിക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഭർത്താക്കന്മാർക്ക് ഇഷ്ടാവില്ല, ഭാര്യമാർക്ക് ഇഷ്ടമാകില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. നിങ്ങളുടെ ഇത് ഫ്യൂച്ചർ സ്പൗസ് ഒരു സ്ത്രീയാണോ പുരുഷനാണോ ആരായാലും ഇവര് ഒരു കൺട്രോൾ, അവർക്ക് പൊതുവെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ എല്ലാം കൺട്രോൾ ചെയ്തിട്ട് ഭവിഷ്യത്തുകൾ ആലോചിച്ച് പെരുമാറുന്ന ഒരു എനർജിയാണ്. ഇതും ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. അടുത്തത് വരുന്നത് നിങ്ങളോട് കാര്യങ്ങൾ, ഈ വ്യക്തി തെറ്റ് ചെയ്യില്ല എന്നല്ല, എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യും അല്ലെ. പക്ഷെ ചിലര് തെറ്റ് മറച്ചു വെക്കാൻ ശ്രമിക്കും. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പുറകിൽ തെറ്റ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇവര് അറിയാതെ തെറ്റുകൾ വന്നു പോയാൽ പോലും അത് നിങ്ങളോട് ഏറ്റുപറയും. ഇവരൊന്നും നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറച്ചു വെച്ചാൽ പ്രശ്നമാകുമെന്ന് ബോധമുള്ള, ആ റിലേഷൻഷിപ്പ് തന്നെ നശിച്ചു പോകുമെന്ന് ബോധമുള്ള ആളാണ്. അപ്പൊ എത്ര വലിയ തെറ്റാണ് ഈ വ്യക്തിയിൽ നിന്ന് ഉണ്ടാകുന്നതെങ്കിലും നിങ്ങളോട് ഈ വ്യക്തി വന്ന് കാര്യങ്ങളെല്ലാം സത്യമായി തുറന്നു പറയുന്ന ഒരു എനർജിയാണ്. പൊതുവെ വലിയ പ്രശ്നമില്ലാത്തൊരു എനർജി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്.
പിന്നെ യാത്ര ചെയ്യുന്ന ഒരു എനർജിയാണ്. ഈ വ്യക്തി മിക്കവാറും പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും. ചിലപ്പോൾ അമേരിക്ക, കാനഡ, ന്യൂസിലൻഡ്, സ്വിറ്റ്സർലൻഡ് അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലോ, എന്തായാലും കേരളത്തിൽ ഇല്ല ഈ വ്യക്തി. അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ ആയിരിക്കില്ല ഈ വ്യക്തി. ഈ സമയത്ത് ഈ വ്യക്തി പുറത്താണ്. അങ്ങനെയുള്ള ഒരാളാണ്. നിങ്ങളെയും കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പൊ ഒറ്റയ്ക്ക് ജീവിച്ച് മടുത്തിട്ട് വിവാഹത്തിലേക്ക് വരുന്ന ഒരാളാണ്. അപ്പൊ വിവാഹം കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ ഇവിടെ ആക്കി പോവുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല. കൂടെ കൊണ്ടുപോകും ഈ വ്യക്തി. അപ്പൊ നിങ്ങൾക്ക് കൂടെ വിസ എടുത്തിട്ടാണ് ഈ വ്യക്തി വരുന്നതെന്ന് അർത്ഥം കേട്ടോ. അപ്പൊ ചിലപ്പോ ലീവിന് ഇവിടെ ഉള്ളപ്പോഴായിരിക്കും ഈ കല്യാണത്തിനൊക്കെ നോക്കുന്നത്. എന്തായാലും പുറത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ് ഈ വ്യക്തി. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ. ഇത് അക്വേറിയസ്, ലിബ്ര, ജെമിന. ഇപ്പൊ പൊതുവെ വന്നിരിക്കുന്നത് അക്വേറിയസ് എയർ സൈൻ വന്നിട്ടുണ്ട്. അക്വേറിയസ്, ലിബ്ര, ജെമിനയിൽ പെട്ട ആരായിരിക്കണം? എർത്ത് സൈൻ ഉണ്ട് ഇവിടെ. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആയിരിക്കണം. ഇത് ചിലപ്പോൾ പലർക്കുള്ള റീഡിംഗ് ആയിരിക്കാം. എന്നാലും ഇതില് ഈ പറയുന്ന സോഡിയാക് സൈൻ തന്നെ ആവണമെന്നില്ല. പക്ഷെ അവരുടെ ബർത്ത് ചാർട്ടിൽ ഈ സോഡിയാക് സൈൻസ് വളരെ സ്ട്രോങ് ആയിരിക്കാം. സാജിറ്റേറിയസ് ഫയർ സൈൻ ആണ്. ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് ഫയർ സൈൻ ആണ്. ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് ഫയർ സൈൻ ആണ്. എയർ സൈനും പിന്നെ ഫിക്സ് സൈൻസ് ആണ്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ. ഷാഠ്യങ്ങളുള്ളവര് എന്ന് പറഞ്ഞാൽ അവർക്ക് ഉറച്ച തീരുമാനങ്ങൾ ഉള്ളവരായിരിക്കും. ആർക്കു വേണ്ടിയും അവർ അഡ്ജസ്റ്റ് ചെയ്യില്ല. അത് ഒരു കണക്കിന് നല്ലതാണ്. നിങ്ങളുടെ കൂടെ ഇവരുടെ ലോയൽറ്റി കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു സപ്പോർട്ടായിട്ട് വരുന്ന ഒരു എനർജിയാണ്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എർത്ത് സൈൻ ആണ്. വളരെയധികം സ്റ്റേബിൾ ആണ്. പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല നിങ്ങൾക്ക്. അതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും സോഡിയാക് സൈൻ ആണ് ഇവിടെ കണ്ടത്. ഇനി ഇവര് ഏത് കരിയറിലുള്ളവരായിരിക്കും എന്ന് നമുക്ക് നോക്കാം. സോറി, ഏത് കരിയറിൽ ജോലി ചെയ്യുന്നവരാണെന്ന് നോക്കാം. ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം ചിലർ. ഇവര് ഡിറ്റക്റ്റീവ് അല്ലെങ്കിൽ പോലീസിൽ വർക്ക് ചെയ്യുന്നവര്, എന്തായാലും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടി വരുന്നവരാണ് ഇവരെന്ന് പറയുന്നുണ്ട്. ചിലര് ഡോക്ടേഴ്സ് ആയിരിക്കാം. ചിലര് എന്താ പറയാ, സ്വന്തം തീരുമാനങ്ങൾ എന്ന് വെച്ചാല് എന്താ പറയാ, ഇപ്പോ സയന്റിസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയിരിക്കാം. എന്തെങ്കിലും ഇൻവെന്റ് ചെയ്യുന്ന ആളുകൾ, ലബോറട്ടറീസിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. പിന്നെ എന്താ പറയാ, ഇവര് സൈക്യാട്രിക് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. ചിലപ്പോൾ മെഡിസിൻ ഉണ്ടാക്കുന്ന ലാബിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. അങ്ങനെയുള്ള പ്രൊഫഷൻ ആയിരിക്കാം. ചിലര് ഷിപ്പിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം കേട്ടോ. ഷിപ്പിൽ ചിലപ്പോൾ മെർച്ചന്റ് നേവിയിലോ അല്ലെങ്കിൽ നേവിയിലോ അങ്ങനെ എന്തെങ്കിലും. ചിലപ്പോൾ ഫിഷറീസിൽ മീൻ പിടിക്കാൻ പോകുന്നവർ വരെ ആയിരിക്കാം. അങ്ങനെയുള്ള ജോലി ചെയ്യുന്നവരായിരിക്കാം അവര്. പിന്നെ മാനേജറിയൽ പോസ്റ്റിലുള്ള ആളുകളായിരിക്കാം. ഇവരുടെ കീഴിൽ പലരും വർക്ക് ചെയ്യുന്നുണ്ടാവായിരിക്കാം. ഇവര് കൈത്തൊഴിൽ ചെയ്യുന്നവരായിരിക്കാം. ബിൽഡിങ്സ് പണിയുന്നവരായിരിക്കാം. അപ്പോ കോൺട്രാക്ടർ ആയിരിക്കാം. അങ്ങനെയുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. കീഴിൽ കുറെ പേര് ജോലി ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. പലരുടെ എനർജിയാണ്. പിന്നെയുള്ളത് എന്താ പറയാ, കിങ് ഓഫ് കപ്സ് റിവേഴ്സ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് കപ്സ് ഇമോഷൻസിന്റെ ആളാണ്. അപ്പൊ ഇത് വളരെയധികം എന്താ പറയാ, ദുഃഖം സോഷ്യൽ സർവീസ് ഒക്കെ നടത്തില്ലേ, അങ്ങനത്തെ ഒരു എനർജി ആവാനും വഴിയുണ്ട്. ചിലപ്പോ NGO നടത്തുന്ന ഒരു എനർജി ആയിരിക്കാം. ചിലര് ആർമിയിൽ ജോലിയുള്ളവരായിരിക്കാം. പിന്നെയുള്ളത് എന്താ പറയാ, ഈ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കില്ലേ, ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. സോഷ്യൽ സർവീസ് ചെയ്യുന്നവരെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതില് ചിലര് ഇവരുടെ പ്രൊഫഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് സാധനങ്ങള് എന്താ പറയാ, ഇമ്പോർട്ടേഴ്സ് ആയിരിക്കാം. മനസ്സിലായി? സാധനങ്ങൾ പുറത്തുനിന്ന് മൊത്തമായിട്ട് എടുത്ത് ചില്ലറയായിട്ട് വിൽക്കുന്ന ആളുകളില്ലേ, അങ്ങനെയുള്ള ജോലി ചെയ്യുന്നവരായിരിക്കാം. ചിലര് എന്താ പറയാ, ജോലി ഒന്നും ഇല്ലാത്തവരായിരിക്കാം. പക്ഷെ അവര് ചെയ്യുന്ന ചിലപ്പോൾ വീട്ടില് നല്ലവണ്ണം ഉത്തരവാദിത്വമുള്ള ആളുകളായിരിക്കാം. ചിലപ്പോൾ ഇവര് ജോലി ചെയ്യുന്നില്ലായിരിക്കാം. നമ്മൾ ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും വീട്ടിലെ ജോലി തന്നെ വലിയൊരു ജോലിയാണ് അല്ലെ. ചിലര് വീട്ടമ്മയായിട്ടിരിക്കാനും ഹൗസ് ഹസ്ബൻഡ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ചിലപ്പോൾ ഹൗസ് വൈഫ് ആയിട്ട് ജീവിക്കാൻ. കാരണം ഒരാൾ ജോലി എടുത്താൽ മതി, ഞാൻ കുട്ടികളെ നോക്കി ഇവിടെ ഇരുന്നോളാം എന്ന് പറയുന്ന ചില എനർജീസ് ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്.
പിന്നെ ചിലപ്പോ മതപരമായിട്ട് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള, ചിലപ്പോ എന്താ പറയാ, മതത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, മതത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ ഒരു കൾച്ചറിലുള്ള ആളുകളായിരിക്കാം. അതും ഒരു ജോലിയാണ് നമ്മളുടെ. അതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ്. ഇപ്പം ടീച്ചേഴ്സ് ഉണ്ടാവാം, പ്രൊഫഷണൽ ടീച്ചർമാരായിട്ടുള്ളവരൊക്കെ ഉണ്ടാവാം ഇതിനകത്ത്. അതുപോലെ തന്നെ കാറ്റഗിസം പഠിപ്പിക്കുന്ന ടീച്ചർ ആയിരിക്കാം, മോറൽ സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചർ ആയിരിക്കാം, അങ്ങനെ ടീച്ചിങ് പ്രൊഫഷനും ഒക്കെ ഉണ്ടാവാം കേട്ടോ. അങ്ങനെയുള്ള കുറെ ജോലിയിൽ ഏർപ്പെട്ടവരാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ആളുകൾ. ഇവിടെ വെർഗോ പൈസസ് ഉണ്ട്, അക്വേറിയസ് ലിബ്ര ജെമിനി ഉണ്ട്, ടോറസ് വെർഗോ കാപ്രിക്കോൺ, അതാണ് കൂടുതൽ. ക്യാൻസർ പൈസസ് സ്കോർപ്പിയോ ഉണ്ട്, ഏരീസ് ലിയോ സാജിറ്റേറിയസ് ഉണ്ട്, ടോറസ് ലിയോ അക്വേറിയസ് സ്കോർപ്പിയോ ഉണ്ട്, ക്യാൻസർ പൈസസ് സ്കോർപ്പിയോ അക്വേറിയസ് ലിബ്ര ജെമിനി. അപ്പൊ ഇത്രയും പേരാണ്. ഇങ്ങനെയുള്ള പ്രൊഫഷനിലെ ആളുകളായിരിക്കാം നിങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൾ. നിങ്ങളും ഇവരുമായിട്ടുള്ള ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് നമുക്കൊരു ചോദ്യം ചോദിക്കാം. ഇത് ജനറൽ റീഡിംഗ് ആണ്, എന്നാലും നമുക്ക് ചോദിക്കാം ഇത് എങ്ങനെയായിരിക്കും നിങ്ങളുമായിട്ടുള്ള ഫ്യൂച്ചർ എന്ന്. ഫിനാൻഷ്യലി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കും നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആള്. ഇപ്പൊ നിങ്ങൾ ചിലർക്ക് ഭാര്യ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരുണ്ട്, ചിലർക്ക് ഭാര്യ വർക്ക് ചെയ്യേണ്ടെന്ന് ആഗ്രഹമുണ്ട്, ചിലർക്ക് ഭർത്താവിന് എനിക്ക് നല്ല ജോലിയാണ് അപ്പൊ എന്റെ ഭർത്താവ് ജോലി എടുക്കണമെന്നില്ല എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോ ഇവിടെ നിങ്ങളും ഇവരുമായിട്ടുള്ള ചില സമയത്ത് ഇവര് ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഇവര് ഒറ്റയ്ക്ക്, ഈ ഒരു 4 ഓഫ് വോൺസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് പറഞ്ഞുതരാവേ. ഈ വ്യക്തി നിങ്ങൾ തമ്മിൽ അങ്ങനെ എന്താ പറയാ 100% സ്വരുമയായിട്ട് എല്ലാം നിങ്ങൾ പറയുന്ന കേൾക്കുന്ന ഒരാളായിരിക്കില്ല ഡെഫിനറ്റ്ലി. എന്താ പറയാ, രണ്ട് ഫാമിലിയിൽ നിന്ന് വരുന്ന, രണ്ട് ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആളായിരിക്കും, രണ്ട് സ്വഭാവമുള്ള ആളുകളായിരിക്കും. അപ്പൊ എല്ലാത്തിലും നിങ്ങളെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ആളായിരിക്കില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അംഗീകരിച്ചു തരുന്ന ഒരാളായിരിക്കില്ല. നിങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ വിവാഹം കഴിക്കുന്നത് വീട്ടിലേക്ക് ഒരാൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് വിചാരിക്കുക. എന്ന് വെച്ചാല് വീട്ടില് നിങ്ങളുടെ അമ്മയെ നോക്കാനോ അച്ഛനെ നോക്കാനോ ഒക്കെ അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങൾ വിവാഹം. ഇവര് അത് അഡ്ജസ്റ്റ് ചെയ്യില്ല. അവർക്ക് അവരുടെ മനസ്സിൽ നിങ്ങളുടെ കൂടെ, നിങ്ങൾ പുറത്ത് ജോലി എടുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അവര് പുറത്ത് ജോലി എടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ പോകാൻ ആഗ്രഹിക്കും. അവര് വന്ന് നിങ്ങളെ കല്യാണം കഴിച്ച് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ നിർത്താനാണ് പ്ലാനെങ്കിൽ നിങ്ങൾ അത് സമ്മതിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ തമ്മിൽ ചിലപ്പോ ഉണ്ടാവും. ഈ കണ്ടതിൽ ചിലരെങ്കിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് റെസിസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ക്വീൻ ഓഫ് വോൺസ് കാണുന്നുണ്ട്. ക്വീൻ ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സൗഹൃദങ്ങളുള്ള ഒരു എനർജിയാണ്. അപ്പൊ കൂടുതൽ സൗഹൃദമുള്ള ഒരു എനർജി ആവുമ്പോൾ ചില സമയത്ത് കൂടെയുള്ള ആൾക്ക് അതൊരു പണിയായിട്ട് വരും. ഇവര് ഭയങ്കര തമാശയുള്ളവരാണ്. പക്ഷെ ഇവരെ ആരും ഇവരുടെ മേത്താവരുത് തമാശ. ഇവർക്ക് മറ്റുള്ളവരെ കളിയാക്കാൻ പറ്റും, പക്ഷെ ഇവരാരും കളിയാക്കാൻ പറ്റില്ല എന്നൊക്കെ വളരെ പ്രൗഢിയോടെ ഇരിക്കുന്ന കുറച്ച് ആളുകളാണ്. കുറച്ച് ശുദ്ധഗതിയുള്ള ആളുകളാണ്. അപ്പോ ഇവര് ആർഭാടത്തിൽ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെയാണ്. അപ്പൊ ചിലപ്പോ നിങ്ങള് ആണ് ഇങ്ങനത്തെ ഒരു എനർജി എങ്കിൽ നിങ്ങളുടെ വ്യക്തി ചിലപ്പോ സമ്പാദിക്കുന്ന പൈസ ഇങ്ങനെ നിങ്ങൾ ചെലവാക്കാൻ നോക്കിയാൽ അതിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ കുറെ വ്യത്യാസങ്ങൾ വരും. എന്തായാലും കുറെ ലിമിറ്റഡ് ആവും. നിങ്ങള് ഇപ്പൊ ജീവിച്ചിരുന്ന പോലെ ആയിരിക്കില്ല നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം. പൈസ ഒരു പിടിച്ച് ചെലവാക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ആള്. പക്ഷെ ഇതൊക്കെ അത്ര വലിയ കാര്യമല്ല അല്ലെ. എന്നാലും ഇവിടെ കാണിക്കുന്നത് ഈ 4 ഓഫ് വോൺസ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ സന്തോഷത്തിന് ഒരു കുറവുണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഇവിടെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്നവർ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ, ഏരീസ് ലിയോ സാജിറ്റേറിയസ് ആണിത്. ഇതും ഏരീസ് ലിയോ സാജിറ്റേറിയസ് ആണ്. അപ്പോ ഈ 4 ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അപ്രൈറ്റ് വന്ന വിവാഹത്തിന്റെയൊക്കെ അപ്പോ ഇതാണിത്. പക്ഷെ ഇത് റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ വിവാഹ ജീവിതം അത്ര ഹാപ്പി ആയിരിക്കില്ല എന്നൊരു ചിന്ത ഇവിടെ വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈസി ആയിരിക്കില്ല നമുക്ക്. നമ്മൾ ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്നു, അപ്പൊ നമ്മൾ വേറൊരു സാഹചര്യത്തിലേക്ക് ഇടുമ്പോൾ അത് നമ്മൾക്ക് വേണ്ട സാഹചര്യമാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാതെ വരുമ്പോ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കും ദേഷ്യം വരും. അങ്ങനെ ചില സ്വരച്ചേർച്ചകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇത് ഡിവോഴ്സിലേക്കൊക്കെ പോകുക എന്ന് പറഞ്ഞാല് അതൊക്കെ ചിലരുടെ വിവാഹങ്ങള് ചിലപ്പോ പ്രശ്നത്തിലേക്ക്, അതൊക്കെ നമ്മളൊരു കർമ്മമാണ്. ചില വിവാഹങ്ങൾ പ്രശ്നങ്ങളിലേക്ക് പോവുക, അത് അവസാനിക്കുക,
വിവാഹം, ഡിവോഴ്സിലേക്ക് പോകുക, സെപ്പറേറ്റഡ് ആവുക, അതൊക്കെ ഒരു യോഗമാണ് നമ്മളുടെ, കേട്ടോ. പക്ഷേ അതിനകത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുക. എന്ന് വെച്ചാൽ ഒരാൾ മാത്രമല്ല, രണ്ടാളും അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ള വഴക്കുകൾ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുക, അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. നിങ്ങൾ ഈസി ആയിട്ടുള്ള ഒരു ലൈഫ് ആയിരിക്കില്ല നിങ്ങളുടെ. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ഡൈവോഴ്സിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാതിരിക്കാൻ നോക്കണം എന്ന് പറയും. അത് ഡൈവോഴ്സിലേക്ക് എത്തിക്കുന്നത് രണ്ടുപേരും കോംപ്രമൈസ് ചെയ്ത് വടി പോലെ നിൽക്കുമ്പോഴാണ്, ഒരാളും പോലും അഡ്ജസ്റ്റിന് റെഡി ആവാതിരിക്കുമ്പോഴാണ് ചില സമയത്ത് വിവാഹം ഒരു ഡിവോഴ്സിലേക്ക് പോകുന്നത്, കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് നോക്കാം. ഇത് സ്മൂത്ത് ആയ ഒരു റിലേഷൻഷിപ്പിന് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 3 കാർഡ് നല്ലൊരു ഫ്യൂച്ചർ ആണ് കാണിക്കുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ഫ്യൂച്ചറിൽ. അപ്പൊ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഇത് രണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുറച്ച് ട്രാപ്ഡ് ആണെന്നൊക്കെ നിങ്ങൾക്ക് എങ്കിലും അത് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, എന്റെ ആഗ്രഹങ്ങൾ സാധിച്ചിരുന്നില്ല, ഒരു തർക്കമൊക്കെ വന്നാലും അവസാനം ഇതൊരു 10 of Cups അവസാനിക്കുക, കേട്ടോ. 10 of Cups ആണ് ഇവിടെ കാണിക്കുന്നത്. 10 of Cups എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു എല്ലാ വിവാഹ ജീവിതം ഇപ്പോ കല്യാണം കഴിഞ്ഞ് പ്രശ്നങ്ങൾ തുടങ്ങുന്നു. ഒരു 10 വർഷം അല്ലെങ്കിൽ 5 വർഷം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള ജീവിതം സ്മൂത്ത് ആവും. രണ്ടുപേരും കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് പിടിവലി വരുമ്പോഴാണ് രണ്ടുപേരും വിട്ടുകൊടുക്കില്ല. അപ്പൊ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ പ്രശ്നമാകും. പക്ഷെ അതേസമയം ഒരാൾ വിട്ട് കളഞ്ഞ എന്തെങ്കിലും ആവട്ടെ, പോ, ഇനിയിപ്പോ എന്തായാലും കല്യാണം കഴിച്ചില്ല, അങ്ങ് പോട്ടെ, അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കുമ്പോ നമ്മള് 10 of Cups എത്തുമെന്നാണ് പറയുന്നത്. എല്ലാ വിവാഹ ജീവിതത്തിലും പ്രശ്നമുണ്ട്, ഒരെണ്ണത്തിലും പ്രശ്നമില്ലാത്തതില്ല. പ്രശ്നമില്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെ പറ്റിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ തന്നെ പറ്റിക്കുകയാണ്, കേട്ടോ. അപ്പൊ അത്രയും മനസ്സിലാക്കിയാൽ മതി. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. എന്തായാലും ഈ വിവാഹങ്ങള് 10 of Cups 10 of Cups അറ്റ്മോസ്റ്റ് ഇമോഷണൽ ഹാപ്പിനെസ് ആണ്. വളരെ സൗഹൃദത്തോടുകൂടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ഫാമിലി ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അത് നിങ്ങൾ കോംപ്രമൈസ് ഒക്കെ ചെയ്ത് പ്രശ്നങ്ങൾ, ചിലപ്പോ ഭർത്താവ് വേറെ സ്ത്രീകളെ നോക്കുന്നത്, പക്ഷെ മെജോറിറ്റി സ്ത്രീകളും പുരുഷന്മാരും ഒരു തേർഡ് പാർട്ടി കണക്ഷനിലേക്ക് പോയാലും അവര് സ്വന്തം ലീഗൽ ഫാമിലിയെ ഉപേക്ഷിക്കണമെന്നോ മക്കളെ ഉപേക്ഷിക്കണമെന്നോ ഒന്നും ചിന്തിക്കാത്തവരാണ്. മനസ്സിലായോ? അപ്പോ എന്ന് പറഞ്ഞാൽ ഈ തേർഡ് പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ അവർ വരും പോകും, അവരവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ വരുന്നവരല്ല. അപ്പോ അങ്ങനെ പോയി കഴിയുമ്പോ ഈ വ്യക്തി അവർക്ക് നിങ്ങളുടെ വ്യക്തിക്കും അറിയാം അവര് പോകുമെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല തേർഡ് പാർട്ടി. വളരെ റെയർ ആയിട്ടേ ആളുകൾ തേർഡ് പാർട്ടിയെ സീരിയസ് ആയിട്ട് എടുക്കാറുള്ളൂ. കാരണം എല്ലാവർക്കും അവരുടെ ലീഗൽ ഫാമിലിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇവിടെയും അത് തന്നെയാണ് കാണിക്കുന്നത്, കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഭഗവാൻ നല്ലൊരു വിവാഹ ജീവിതം, സന്തോഷകരമായ ഒരു വിവാഹ ജീവിതം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. സേഫ് ആയിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. ടേക്ക് കെയർ. ബൈ ബൈ.